നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രജിലിന്റെ മുറിയിൽ ബ്ലാക്ക് മാജിക്കിന് സമാനമായ പലതും കണ്ട് നടുങ്ങിയിരിക്കുകയാണ് പോലീസും ബന്ധുക്കളും. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൈകാര്യം ചെയ്ത മുറിയിൽ നിന്ന് വ്യത്യസ്തമായ പല സിംബൽസും പ്രജിൻ വരച്ച് സൂക്ഷിച്ചു. അതിൽ തന്നെ ഒരാളുടെ കഴുത്തറുത്ത് ചോര വാർന്നു പോകുന്ന ചിത്രവുമുണ്ടായിരുന്നു. ആ തല അവൻ എടുത്തു പിടിക്കുന്നതും അവൻ കുറച്ചുപേരെ ഇനിയും കൊല്ലുമെന്നൊക്കെ എഴുതിയിരിക്കുന്നതുമൊക്കെ അതിലുണ്ടായിരുന്നു. ബ്ലാക്ക് മാജിക് സ്റ്റിക്ക്, മോതിരം, ഓം പോലുള്ള വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം, ബ്ലാക്ക് ഡ്രസ്സോ റെഡ് ഡ്രസ്സോ ധരിച്ച് നൃത്തം കളിച്ച് ഭീതിപ്പെടുത്തുക, അങ്ങനെ പലതും ആ മുറിയിൽ നടന്നിരുന്നു. മേശപ്പുറത്ത് വരച്ചു സൂക്ഷിച്ച ചിത്രം ഒരു മുന്നറിയിപ്പായിരുന്നു. ഒരു യുവാവ് തല അറുത്ത് കഴുത്തിൽ മാല പോലെ അണിഞ്ഞിരിക്കുന്ന ആ ചിത്രത്തിലേതുപോലുള്ള ദാരുണ മരണമാണ് ജോസിനും സമ്മാനിച്ചത്. 28 വെട്ടുകൾ. സോഫയിൽ കിടന്നുറങ്ങിയ ജോസിന്റെ നെഞ്ചിലേക്ക് ആദ്യ വെട്ട്. അടുക്കള വഴി ഓടി രക്ഷപ്പെടാനായി കതകിന്റെ കുറ്റി നീക്കുമ്പോൾ കയ്യിൽ അടുത്ത വെട്ട്. പിന്നാലെ തുടരെ വെട്ടുകൾ. ഈ സമയം ഓടിയെത്തിയ സുഷമ രക്ഷപ്പെടുത്താനായി പല വഴികളും നോക്കിയിട്ടും കഴിയാതെ വന്നതോടെ വീടിന് പുറത്തുപോയി ആളെ കൂട്ടാൻ ശ്രമം നടത്തി. അതും കഴിഞ്ഞ് വീടിനുള്ളിൽ കയറിയപ്പോൾ കണ്ടത് അതിഭീകരമായ കാഴ്ചയായിരുന്നു. വെട്ടേറ്റ് വീണ ജോസിന്റെ മൃതദേഹത്തിനരികെ നിലത്തിരുന്ന് കഴുത്തറുക്കുന്ന പ്രജ്വലിനെ കണ്ട് ആ അമ്മ സ്തബ്ധയായി. വീണ്ടും പുറത്തേക്ക് പോയി തിരികെ എത്തി മരണമുറപ്പിക്കാൻ പൾസ് നോക്കുന്ന ആ കാഴ്ചയിൽ സുഷമ ബോധരഹിതയായി. 28 വെട്ടുകൾ കൊണ്ട് ജീവൻ നഷ്ടമായ ജോസും ഭാര്യയും അതിനോളം വേദന 6-7 വർഷങ്ങൾ കൊണ്ട് അനുഭവിച്ചു. ഐ എം എ സൈക്കോ എന്നൊക്കെ പേപ്പറിൽ എഴുതി സൂക്ഷിച്ചിരുന്നു. മറ്റൊരാളെ കൊലപ്പെടുത്തി അയാളുടെ തലയും തലയോട്ടികളും ചങ്ങലയിൽ കോർത്ത് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിലായി മേശപ്പുറത്ത് പ്രജിൽ വരച്ചു സൂക്ഷിച്ചിരിക്കുന്നത്. ഒരാൾ 5 പേരെ കൊല്ലുന്നു. അതിൽ ആദ്യത്തെ ആളെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഇനി ബാക്കി 4 പേരെ ലക്ഷ്യമുണ്ട് എന്നൊക്കെയും എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. സ്വന്തമായി വെൽഡ് ചെയ്ത് സാത്താൻ സേവയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക രീതിയിലുള്ള കത്തികൾ ഇയാൾ മുറിയിൽ സൂക്ഷിച്ചിരുന്നു. പപ്പയും മമ്മിയും ഉപദ്രവിക്കുന്ന ഒരു കാര്യം പക്ഷെ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ ബന്ധുക്കൾ ഇടപെട്ട് പ്രജ്വലിന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രമിച്ചേനെ എന്നാണ് ഇപ്പോൾ ബന്ധുക്കളും പ്രതികരിക്കുന്നത്. പ്രജ്വലിന്റെ ജ്യേഷ്ഠൻ 9ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഒരു മകളും പിന്നീട് പ്രജ്വലുമുണ്ടായി. അന്നു മുതൽ ഇവനെ വാത്സല്യത്തോടെയാണ് കുടുംബാംഗങ്ങൾ നോക്കിയിരുന്നത്. നല്ല വിദ്യാഭ്യാസം കൊടുത്തു. പഠിക്കാനായി ചൈനയിലേക്ക് അയച്ചു. പക്ഷേ സിനിമാ മോഹം കൊണ്ട് നടന്ന പ്രജിൽ നടനാകുള്ള ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചു. അതിനായി കൊച്ചിയിലെ നിയോ ഫിലിം ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് സ്കൂളിൽ അഭിനയം പഠിക്കാനായി പോയി. തിരിച്ചു വന്നതോടെ അവന്റെ മുറിക്കുള്ളിൽ കയറാനുള്ള അവകാശം അപ്പനും അമ്മയ്ക്കും നിഷേധിച്ചു. ആ മുറിക്കകത്ത് പോലീസ് വന്ന് പരിശോധന നടത്തുമ്പോഴാണ് ബന്ധുക്കളും ആ ഭയാനക കാഴ്ച കാണുന്നത്. ആ മുറിക്കുള്ളിൽ കയറിയ ഞങ്ങളും അന്തം വിട്ടു. ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൈകാര്യം ചെയ്യുന്ന പോലുള്ള മുറിയായിരുന്നില്ല അത്. അവന് പൈസ കൊടുത്തില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വാങ്ങും. അവസാനം അവൻ സിനിമ പിടിക്കാൻ 1.5 കോടി രൂപ അപ്പനോട് ആവശ്യപ്പെട്ടു. അവനെ ഭയന്ന് ആ പൈസ ആയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നാലെ മർദ്ദനം ആരംഭിച്ചു. അപ്പന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. അപ്പോഴെല്ലാം ആ പിതാവ് കൈകൂപ്പി തലകുനിച്ചു നിന്നുകൊടുത്തു. നമ്മൾ ആ മുറിയിൽ കയറുമ്പോൾ ബ്ലാക്ക് മാസിന് സമാനമായ പലതും കണ്ടു. പല സിംബൽസും അവൻ വരച്ചു സൂക്ഷിച്ചിരുന്നു. അതിൽ തന്നെ ഒരാളുടെ കഴുത്തറുത്ത് ചോര വാർന്നു പോകുന്ന ചിത്രമുണ്ടായിരുന്നു. ആ തല അവൻ എടുത്തു പിടിക്കുന്നതും അവൻ കുറച്ചുപേരെ ഇനിയും കൊല്ലുമെന്നൊക്കെ എഴുതിയിരിക്കുന്നതും ഒക്കെ അതിൽ കണ്ടിരുന്നു. ബ്ലാക്ക് മാജിക് സ്റ്റിക്ക്, മോതിരം, ഓം പോലുള്ള വൈബ്രേറ്റ് ശബ്ദം, ബ്ലാക്ക് ഡ്രസ്സോ റെഡ് ഡ്രസ്സോ ധരിച്ച് കളിക്കുന്നത് ഒക്കെ കണ്ടിട്ടുണ്ട്. 1 വർഷക്കണക്കായ മുടിയാണ് ആ വാഷ്റൂമിൽ സൂക്ഷിച്ചിരുന്നത്. ഐ ആം എ സൈക്കോ എന്നൊക്കെ പേപ്പറുകളിൽ എഴുതി സൂക്ഷിച്ചു. ഏറ്റവും ഒടുവിലായി മറ്റൊരാളെ കൊലപ്പെടുത്തി അയാളുടെ തലയും തലയോട്ടികളും ചങ്ങലയിൽ കോർത്ത് കഴുത്തിലണിഞ്ഞിരിക്കുന്ന ചിത്രമാണ് പ്രജിൽ വരച്ചു സൂക്ഷിച്ചിരുന്നത്. ഒരാൾ 5 പേരെ കൊല്ലുന്നു. അതിൽ ആദ്യത്തെ ആളെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഇനി ബാക്കി 4 പേരെ ലക്ഷ്യമുണ്ട് എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. സ്വന്തമായി വെൽഡ് ചെയ്ത് സാത്താൻ സേവയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക രീതിയിലുള്ള കത്തികളാണ് ഇയാൾ മുറിയിൽ സൂക്ഷിച്ചിരുന്നത്. ജോസ് കൊല്ലപ്പെടുമ്പോൾ സഹോദരന്റെ മകൻ നാട്ടിലെത്തിയ ശേഷം സംസ്കാരം നടത്താൻ കുടുംബം ശ്രമിച്ചിരുന്നു. ആ സമയം മൃതദേഹം മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരുന്നത്. ആ ദിവസം പ്രജിന്റെ മുറിക്കുള്ളിൽ കറുത്ത വസ്ത്രം ധരിച്ച ഒരു വ്യക്തി കയറിയത് പ്രജ്വലിന്റെ സഹോദരി നേരിട്ട് കണ്ടുവന്ന വിവരങ്ങളും പുറത്തുവന്നു. പക്ഷേ പ്രജ്വല മറ്റുള്ളവരുടെ ഇക്കാര്യം പറഞ്ഞ് ഇയാളെ തിരക്കിയെങ്കിലും അവിടെയെങ്ങും കണ്ടിരുന്നില്ല. വീടിന് തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിനടുത്തായാണ് ജോസിനെ സംസ്കരിച്ചിരുന്നത്. ഇവിടെയും കറുത്ത വസ്ത്രധാരിയായ മറ്റൊരാൾ എത്തിയതായി മെഴുകുതിരി കത്തിക്കാനെത്തിയ കുട്ടികൾ കണ്ടതായും പറയുന്നുണ്ട്. ആ വ്യക്തി ആരെന്നറിയാൻ കുടുംബം ശ്രമിച്ചുവെങ്കിലും ജോസ് കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പേ ഇവിടുത്തെ CCTVകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു. നിലവിലിത് ബ്ലാക്ക് മാജിക് ആണോ പുറത്തുനിന്നുള്ള മറ്റാരുടെയെങ്കിലും സ്വാധീനമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പലവിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. ഐ എം എ സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങുന്ന പല വാചകങ്ങളും ഇയാൾ മുറിയിൽ എഴുതി സൂക്ഷിച്ചു. കളിമണ്ണ് നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി. കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നുവെന്ന് വിവരമുണ്ട്.
വീട്ടുകാരുടെ ഹാർഡ്വെയർ കടയിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് വിവിധ തരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു. പ്രജിന്റെ സ്വഭാവത്തിൽ അടിമുടി ദുരൂഹത ഉണ്ടായിരുന്നതായും ഇതേക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്നും ബന്ധുവായ ഷൈൻകുമാർ പറയുന്നു. അവൻ രാത്രി ഇറങ്ങിപ്പോവും. എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടും. അവന്റെ ഫോണും കമ്പ്യൂട്ടറും പോലീസ് പരിശോധിക്കണം. ഫോൺ വിളികളെ കുറിച്ചൊന്നും വീട്ടുകാർക്ക് അറിയില്ല. ഫോണും കമ്പ്യൂട്ടറും പരിശോധിച്ചാൽ പുറം ലോകം അറിയാത്ത പലതും അറിയാൻ കഴിയുമെന്നും അദ്ദേഹം പ്രതികരിച്ചു.